നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ച് നിരവധി പരാതികളുള്ളവരാണ് നമ്മൾ പലരും. വൃത്തിയുടെ കുറവ്, സൗകര്യങ്ങളുടെ കുറവ് എന്നിങ്ങനെ പല പരാതികളാണ് നമുക്കുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലമായി സ്റ്റേഷനുകളുടെ നിലവാരം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടും പരാതികൾ തുടരുന്ന സ്ഥിതിയുമുണ്ട്. മിക്കവാറും നല്ല രീതിയിൽ പരിപാലിക്കാത്ത കുഴപ്പങ്ങളും ഉദ്യോഗസ്ഥരുടെ അലംഭാവങ്ങളുമൊക്കെ ഇത്തരം പരാതികൾക്ക് കാരണമാകാറുമുണ്ട്. എന്തായാലും അതിനെല്ലാം പരിഹാരമാകുന്ന പദ്ധതികളാണ് റെയിൽവേ ആവിഷ്കരിക്കുന്നത്. ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. 303 കോടി രൂപ ചെലവഴിച്ചായിരിക്കും സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുക. അതിനായി അമൃത് ഭാരത് പദ്ധതിയിലാണ് പണം അനുവദിച്ചത്. എന്തായാലും കാര്യങ്ങൾ ഇതുവരെ കണ്ടതുപോലെയാകില്ല, അത് ഉറപ്പ്. ഗംഭീരമാകുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം സ്റ്റേഷനുകൾ പുതുക്കിപ്പണിയാൻ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു. ഇതുകൂടാതെയാണ് തിരുവനന്തപുരം ഡിവിഷനിലെ 15 സ്റ്റേഷനുകൾക്കായി 108 കോടി രൂപയും പാലക്കാട് ഡിവിഷനിലെ സ്റ്റേഷനുകൾക്കായി 195.54 കോടിയും അമൃത് ഭാരതിൽ അനുവദിച്ചിരിക്കുന്നത്. നടപ്പാലങ്ങൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, പാർക്കിംഗ് സൗകര്യം, ഇൻഫർമേഷൻ ബോർഡുകൾ, പ്ലാറ്റ്ഫോമുകളുടെ നീളവും ഉയരവും കൂട്ടൽ, പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ ഇരിപ്പിടങ്ങൾ, വിശ്രമ മുറികൾ, നിരീക്ഷണ ക്യാമറ, ജനറേറ്ററുകൾ എന്നിവയൊരുക്കാനാണ് പദ്ധതി ചെലവഴിക്കുക. സ്റ്റേഷനുകളുടെ പ്രാധാന്യം, ആശ്രയിക്കുന്ന യാത്രക്കാർ, ട്രെയിനുകളുടെ എണ്ണം എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തത്. അത് ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, കായംകുളം, മാവേലിക്കര, ആലപ്പുഴ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തറ, ചാലക്കുടി, അങ്കമാലി, വടക്കാഞ്ചേരി, ഗുരുവായൂർ, ഷൊർണൂർ, ഒറ്റപ്പാലം, കുറ്റിപ്പുറം, അങ്ങാടിപ്പുറം, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി, തിരൂർ, ഫറോക്ക്, വടകര, മാഹി, തലശ്ശേരി, പയ്യന്നൂർ, കാസർഗോഡ് എന്നീ സ്റ്റേഷനുകളാണ് കേരളത്തിൽ നവീകരിക്കുക. പാലക്കാട് ഡിവിഷന് കീഴിൽ വരുന്ന പൊള്ളാച്ചിയും മംഗളൂരുവും, തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ വരുന്ന നാഗർകോവിലും കുഴുത്തുറയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 13 നടപ്പാലങ്ങളും 48 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും സംസ്ഥാനത്തെ സ്റ്റേഷനുകൾക്ക് ലഭിക്കും. ഇവയുടെ നിർമ്മാണത്തിന് റെയിൽവേ മന്ത്രാലയം അനുമതിയും നൽകിയിട്ടുണ്ട്. പൈതൃക തനിമ നിലനിർത്തി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പുതുക്കിപ്പണിയാൻ നേരത്തെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. 496 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചത്. ബംഗളൂരു ആസ്ഥാനമായ റെയിൽവേ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. കൊല്ലം, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ സ്റ്റേഷനുകളും ഇതേ മാതൃകയിൽ പുനർനിർമ്മിക്കും. ദക്ഷിണ റെയിൽവേയിൽ ആകെ 90 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരണം നടത്തുക. ഇതിനായി 934 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 10 വർഷത്തിനിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ നിലവാരം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിലും വലിയ മാറ്റങ്ങളാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിനുകളുടെ എണ്ണവും ഇക്കാലയളവിൽ കൂടിയിട്ടുണ്ട്. വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകളും മലയാളികൾ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിൽ മെച്ചപ്പെട്ട സ്റ്റേഷനുകൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് ഇപ്പോൾ സാധ്യമാകാൻ പോകുന്നത്.